ഹലോ മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് എല്ലാ ടെൻഷനും മാറ്റിവെച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായി വർക്ക് ചെയ്ത് ഫുൾ മാർക്കിലേക്ക് എത്തുക, അല്ലെങ്കിൽ A+ലേക്ക് എത്തുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് ഉണ്ടാവും, അറിയാത്തത് ഉണ്ടാവും. അറിയുന്നതൊന്ന് റിവിഷനായിട്ട് എടുക്കുക, അറിയാത്തത് നോട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിക്കുക. ഓക്കെ, നോക്കാം നമുക്ക്. ഒന്ന്, ദ മേജർ പ്രോഡക്റ്റ് ഓഫ് ദ ഫ്ലോയിങ് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അത് ഞങ്ങൾക്ക് അറിയാലോ സാർ അല്ലേ. അതിലേക്ക് HBr ആണ് ആഡ് ചെയ്യുന്നത്. പെറോക്സൈഡ് ആണോ? അതല്ല, പെറോക്സൈഡ് അല്ല. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുമ്പോൾ അവിടെ മാർക്കോണിക്കോസ് അഡീഷൻ റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് H+ കൂടുതൽ ഹൈഡ്രജനുള്ള കാർബണിലേക്കും Br- കുറവ് ഹൈഡ്രജനുള്ള കാർബണിലേക്കും. അപ്പം എന്താ പ്രോഡക്റ്റ് വരിക മക്കൾ? പറഞ്ഞേ, പ്രോഡക്റ്റ് എന്താ വരിക? CH3 CHBr CH3 2-ബ്രോമോ പ്രൊപ്പെയിൻ ആണ് അവിടെയുള്ള മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 2-ബ്രോമോ പ്രൊപ്പെയിൻ. ഇനി ഇവിടെ എങ്ങാനും പെറോക്സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ പ്രകാരം H+ കുറവ് ഹൈഡ്രജനുള്ള കാർബണിലേക്കും Br- കൂടുതൽ ഹൈഡ്രജനുള്ള കാർബണിലേക്കും പോയിട്ട് 1-ബ്രോമോ പ്രൊപ്പെയിൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. അതിനെ നമ്മൾ പെറോക്സൈഡ് എഫക്റ്റ് അഥവാ കറാഷ് എഫക്റ്റ് എന്ന് പറയാറുണ്ട് എന്ന കാര്യവും മക്കൾക്കറിയാം, അല്ലെങ്കിൽ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് മക്കളെ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ റിയേജന്റ് യൂസ്ഡ് ടു കൺവേർട്ട് ആൽക്കഹോൾ ടു ക്ലോറോ ആൽക്കെയിൻ. മക്കളെ, ആൽക്കഹോള് എങ്ങനെ? ആൽക്കഹോളിനെ എന്താക്കണം? ക്ലോറോ ആൽക്കെയിൻ ആക്കി മാറ്റണം അല്ലേ. അതിനെ ക്ലോറോ ആൽക്കെയിൻ ആക്കി മാറ്റാൻ നമ്മൾ HCl ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, PCl5 ഉപയോഗിക്കാറുണ്ട്, PCl3 ഉപയോഗിക്കാറുണ്ട്, SOCl2 ഉപയോഗിക്കാറുണ്ട്. ഏതാ ബെസ്റ്റ് മെത്തേഡ് എന്ന് മക്കൾക്ക് അറിയാം. ഏതാ ബെസ്റ്റ് മെത്തേഡ്? യൂസിങ് SOCl2 അഥവാ യൂസിങ് തയോണൈൽ ക്ലോറൈഡ് അല്ലേ. എന്താ തയോണൈൽ ക്ലോറൈഡ് ആണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ക്ലോറോ ആൽക്കെയിൻ ഉണ്ടാവുന്നതോടൊപ്പം HCl ഗ്യാസും SO2 ഗ്യാസുമായിരിക്കും ബൈ പ്രോഡക്റ്റുകൾ. ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവറായിട്ടുള്ള ഹാലോ ആൽക്കെയിൻ കിട്ടും. അതുകൊണ്ടാണ് ഇതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. യെസ്, ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യൻ. അടുത്തത്, ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് X ആൻഡ് Y ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇതാരാടാ? എത്തനോള്. എത്തനോളിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്തനോളിന് നിങ്ങൾ PCl5 ആവട്ടെ, PCl3 ആവട്ടെ, HCl ആവട്ടെ, SOCl2 ആവട്ടെ, ആരുമായി ട്രീറ്റ് ചെയ്താലും ഒരേ പരിപാടിയാണ് നടക്കുക. OH അങ്ങ് പോവും, ഇവിടുന്ന് ഒരു ക്ലോറിൻ അങ്ങോട്ട് പോവും. സോ X എന്ന് പറയുന്നത് CH3 CH2Cl ആണ്, ക്ലോറോ ഈത്തൈൻ ആണ്. അടുത്തത്, ഇതൊന്ന് കൃത്യമായി ശ്രദ്ധിക്കണം. എന്താ? ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സിൽവർ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? അയോണുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. Br- അങ്ങോട്ട് പോവും, F- ഇങ്ങോട്ട് വരും. സോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3F അഥവാ ഫ്ലൂറോമീത്തൈൻ. മക്കളെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ മെറ്റൽ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഫ്ലൂറോ ആൽക്കെയിന് കിട്ടുന്ന റിയാക്ഷനെ നമ്മൾ സ്വാഡ്സ് റിയാക്ഷൻ എന്നാണ് പറയുക. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാഡ്സ് റിയാക്ഷനും നമ്മൾ കൃത്യമായി പഠിച്ചതാണ്, അല്ലെങ്കിൽ കൃത്യമായി പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്തത്, ഇതെന്താ? ബ്രോമോ ഈത്തൈൻ. അതിന് സോഡിയം അയോഡൈഡുമായി അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അയോഡോ ഈത്തൈന് കിട്ടുന്നു. എന്താ പരിപാടി? ഇതിനെയല്ലേ മക്കളെ നമ്മൾ ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ എന്ന് പറയുക. അതെ, എന്താ ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ മക്കളെ? എന്താ ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ? എന്താണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ
ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനിനെ സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അയോഡോയിത്തൈൻ ഉണ്ടാവുന്നതാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അപ്പോൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും നേരത്തെ പറഞ്ഞ സ്വാർട്സ് റിയാക്ഷനും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും മക്കളെ പഠിക്കേണ്ടതാണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് നല്ല സീരിയസ് ആയിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. അടുത്തത്, why haloarenes are less reactive than haloalkanes in nucleophilic substitution reaction? Haloarenesൽ nucleophilic substitution reaction less reactive ആ, നമുക്കറിയുന്ന കാര്യമാണത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോടാ? അതിന് പ്രധാനപ്പെട്ട ചില റീസൺസ് ഉണ്ട്. അതിലൊന്ന് ഹാലോഅറീൻസിൽ റെസൊണൻസ് നടക്കുന്നുണ്ട്. മക്കളെ, ഹാലോഅറീൻസിൽ റെസൊണൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടെന്നറിയോ? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആർക്കുണ്ട്? കാർബൺ ഹാലോജൻ ബോണ്ടിനുണ്ട്. കാർബൺ ഹാലോജൻ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഹാലോഅറീൻസിൽ മക്കളെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പൊതുവെ നടക്കാറില്ല. അടുത്തത്, രണ്ടാമത്തെ റീസൺ, ഇവിടെയുള്ള ഹൈബ്രിഡൈസേഷൻ എന്താണെന്നറിയോ? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. മക്കളെ, sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അവിടെ എസ് ക്യാരക്ടർ എന്താണ്? പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എന്താണ്? പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടുതലാണ്, പെർസെൻറ്റേജ് പി ക്യാരക്ടർ കുറവാണ്. അപ്പോൾ പെർസെൻറ്റേജ് പി ക്യാരക്ടർ കുറയുമ്പോൾ, sp3 കമ്പയർ ചെയ്യുമ്പോൾ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ബോണ്ട് ലെങ്ത് കുറയും. മക്കളെ, പെർസെൻറ്റേജ് പി കുറഞ്ഞാൽ ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ലെങ്ത് കുറഞ്ഞാൽ എന്താ? ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും. എങ്ങനെ മക്കളെ? ബോണ്ട് ലെങ്ത് കുറഞ്ഞാൽ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും. ഇതാണ് പരിപാടി. അതായത് sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് പെർസെൻറ്റേജ് പി ക്യാരക്ടർ കുറയും, ബോണ്ട് ലെങ്ത് കുറയും, അറ്റ് ദ സെയിം ടൈം ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും. ഇതാണ് ഐഡിയ. ഇനി മക്കളെ, മൂന്നാമത്തെ പോയിന്റ് ഒരു റിപ്പൾഷൻ്റെ കഥയാണ് നമുക്ക് പറയാനുള്ളത്. ഒരു റിപ്പൾഷൻ ഉണ്ട് ആർക്കിടയിൽ? റിപ്പൾഷൻ ബിറ്റ്വീൻ ഫിനൈൽ ഗ്രൂപ്പ് അഥവാ ബെൻസീൻ റിങ്, ഫിനൈൽ ഗ്രൂപ്പ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. മക്കളെ, നാലാമത്തത് എന്താ അറിയോ? ഫിനൈൽ കാർബോകാറ്റയോണിനെ കുറിച്ചാണ്. ഫിനൈൽ കാർബോകാറ്റയോൺ is highly അൺസ്റ്റേബിൾ ആണ്. ഫിനൈൽ കാർബോകാറ്റയോൺ ഇസ് ഹൈലി അൺസ്റ്റേബിൾ ആ. മക്കളെ, ഇത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു 2 പോയിന്റെങ്കിലും കൃത്യമായിട്ട് അറിയണം. എന്തുകൊണ്ട് ഹാലോഅറീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ, റെസൊണൻസ് ഉള്ളതുകൊണ്ട് കാർബൺ ഹാലജൻ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് ബോണ്ട് ലെങ്ത് കുറവും ബോണ്ട് സ്ട്രെങ്ത് കൂടുതലുമാണ്. റിപ്പൾഷൻ ബിറ്റ്വീൻ ഫിനൈൽ ഗ്രൂപ്പ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. അതേപോലെ ഫിനൈൽ കാർബോകാറ്റയോൺ ഇസ് ഹൈലി അൺസ്റ്റേബിൾ. മറക്കരുതേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. SN1-ൻ്റെയും SN2-ൻ്റെയും 2 ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഒന്ന് പറയാൻ ശ്രമിച്ചേടാ മക്കളെ, ഒന്ന് പറയാൻ ശ്രമിച്ചേ. ഒന്നാമത്തത് എന്താ? SN1 എന്ന് പറയുന്നത് അതൊരു 2 സ്റ്റെപ്പ് മെക്കാനിസമാണ്. എന്ത് മെക്കാനിസമാണ്? 2 സ്റ്റെപ്പ് മെക്കാനിസമാണ്. എന്നാൽ SN2 എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസമാണ്. എത്ര സ്റ്റെപ്പാണ് ഉള്ളത്? സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം. എന്നാൽ മക്കളെ, ഇവിടെ SN1-ൽ ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ടല്ലോ. ബോണ്ട് ബ്രേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കും. അതേസമയം എന്താ പറയുക, ബോണ്ട് മേക്കിംഗ് ഉണ്ടല്ലോ, ബോണ്ട് മേക്കിംഗ് അത് സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കും. ഇതാണ് പരിപാടി. എന്നാൽ SN2-ൻ്റെ കേസിൽ 2 ഒരുമിച്ചാണ് നടക്കുക. ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് എങ്ങനെയാണ് നടക്കുക? സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുക, ഒരുമിച്ചാണ് നടക്കുക. ഇവിടെ ബ്രേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ്, മേക്കിംഗ് 2ാം സ്റ്റെപ്പ്. കാരണം 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇവിടെ 1 സ്റ്റെപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 ഒരുമിച്ചാണ് നടക്കുക. ഇനി
ഇവിടെ നോ ഇൻ്റർമീഡിയറ്റ്. എങ്ങനെയാ മക്കളെ? നോ ഇൻ്റർമീഡിയറ്റ്. ഇവിടെ നോ ഇൻ്റർമീഡിയറ്റ് എന്നുള്ളത് SN1-ൻ്റെ പരിപാടിയാണ്, SN2-ൻ്റെ പരിപാടിയാണ്. എന്താടാ? നോ ഇൻ്റർമീഡിയറ്റ്. SN1-ലേക്ക് വരുമ്പോൾ ഇൻ്റർമീഡിയറ്റ് പ്രസൻ്റ് ആണ്. ഇൻ്റർമീഡിയറ്റ് എന്താടാ? പ്രസൻറ്റാ. ഇൻ്റർമീഡിയറ്റ് പ്രസൻറ്റാ എന്ന് പറഞ്ഞാൽ ഏത് ഇൻ്റർമീഡിയറ്റ്? കാർബോ കാറ്റയോൺ ഇൻ്റർമീഡിയറ്റ്. അതായത് ഇതൊന്നുമില്ല. ഇനി 4ാമത്തെ പോയിന്റ്, ഇവിടെ മൊളിക്കുലാരിറ്റി എത്രയാ? മൊളിക്കുലാരിറ്റി 1. ഓർഡറോ? അതും 1 ആണ്. എന്നാൽ മക്കളെ ഇവിടെ മൊളിക്കുലാരിറ്റി എത്രയാ? മൊളിക്കുലാരിറ്റി 2 ആണ്. ഇനി മക്കളെ SN1-ൽ ഇൻവേർഷനും നടക്കുന്നുണ്ട്, റീടെൻഷനും നടക്കുന്നുണ്ട്, അഥവാ റെസിമൈസേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്തുമാത്രമാണ് നടക്കുന്നത്? ഇൻവേർഷൻ മാത്രമാണ് നടക്കുന്നത്. എന്താണ് മക്കളെ നടക്കുന്നത്? ഇൻവേർഷൻ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ വളരെ ക്ലിയർ കട്ടായിട്ട് പഠിച്ചിരിക്കണം. ഒരുപാട് തവണ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ആ ചോദ്യം വന്നാൽ മക്കളെ എഴുതാതെ പോവരുത്, സെറ്റാക്കി വിടണേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. എമംഗ് ദ ഫോളോയിങ് വിച്ച് വിൽ അണ്ടർഗോ SN2. അതിന് മക്കളെ നിങ്ങൾ അറിയേണ്ടത് SN1-ൻ്റെയും SN2-ൻ്റെയും റിയാക്ടിവിറ്റി ഓർഡറാണ്. SN2 ആണ് ചോദ്യം. SN2 പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ തെർഷറി. SN1 നേരെ തിരിച്ച് തെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കുക, ഇത് കൃത്യമായി ഓർക്ക്. SN2 ആയതുകൊണ്ട് പ്രൈമറി ഉണ്ടോയെന്നാണ് നോക്കേണ്ടത്. ഇത് പ്രൈമറിയാണ്. ഇത് പ്രൈമറി ആണോ? അല്ല, ഇത് സെക്കൻഡറി ആണ്. ഇത് തെർഷറി ആണ്. ഇതോ സെക്കൻഡറി ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, അതാണ് പ്രൈമറി ആയിട്ടുള്ളത്. അടുത്തത് CH3CH2Br ബ്രോമോ ഈത്തൈൻ. അതിനെ മെഗ്നീഷ്യവുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? മെഗ്നീഷ്യം നേരെ പോയി ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെയും ഹാലോജൻ്റെയും ഇടയിലിരിക്കും. CH3CH2MgBr. മക്കളെ ഇതിനെയാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് വിളിക്കുക. അറിയണേ, ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റാ. ആ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ഡ്രൈ കണ്ടീഷനിൽ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറുമായി റിയാക്ട് ചെയ്യും, അഥവാ വാട്ടർ കണ്ടന്റുമായി റിയാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആൽക്കെയിൻ ഉണ്ടാവും. ഇത് വാട്ടറുമായി ട്രീറ്റ് ചെയ്താൽ 2 കാർബണാറ്റുള്ള ആൽക്കെയിൻ ഏതാ? ഈത്തൈൻ ഉണ്ടാവും. അതറിഞ്ഞിരിക്കുക. ഇനി ഇതെന്താ? ബ്രോമോബെൻസീൻ, സോഡിയം മെറ്റൽ, ബ്രോമോ ഈത്തൈൻ. ഇത് കണ്ടാൽ തന്നെ അറിയില്ലേടാ. ഇതിനെയാണ് നമ്മൾ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് വിളിക്കുക. എന്താ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ? ഹാലോ ആൽക്കെയിനും ഹാലോ അറീനും സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാവും. ആൽക്കൈൽ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിലേക്ക് ആൽക്കൈൽ ലൂപ്പ്. ഇത് ബ്രോമോ ഈത്തൈൻ അല്ലേ? അപ്പോൾ ഈത്തൈൽ ലൂപ്പ് വരും. CH2 CH3. ദിസ് ഇസ് ദ പ്രോഡക്റ്റ്. മറന്നു കളയല്ലേ മക്കളെ, ദിസ് ഇസ് ദ പ്രോഡക്റ്റ്. അതാണ് അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ അറിയുക, ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ പ്രിപ്പറേഷൻ അറിയുക. അത് ഡ്രൈ കണ്ടീഷനിൽ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ മോയ്സ്ചറുമായി റിയാക്ട് ചെയ്തിട്ട് ആൽക്കെയിനായി മാറുമെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ദ പോയ്സണസ് ഗ്യാസ് ഫോംഡ് വെൻ ക്ലോറോഫോം. അതറിയില്ലേടാ മക്കളെ. എന്താ ക്ലോറോഫോമിനെ നമ്മൾ ഡാർക്ക് ബോട്ടിൽസിൽ ടു ദി നെക്ക് വരെ ഫിൽ ചെയ്ത് സ്റ്റോർ ചെയ്യണം. അല്ലെങ്കിൽ അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ സ്ലോലി ഓക്സിഡൈസ് ചെയ്തിട്ട് എന്താ പറയുക, ഹൈലി പോയ്സണസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. അയാളെ നമ്മൾ കാർബോണൈൽ ക്ലോറൈഡ് അഥവാ
ഫോസ്ജീൻ എന്നാണ് പറയുക. കാർബോണൈൽ ക്ലോറൈഡ് അഥവാ ഫോസ്ജീൻ എന്നാണ് പറയുക. എന്താണ് മക്കളെ? കാർബോണൈൽ ക്ലോറൈഡ് അഥവാ ഫോസ്ജീൻസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലോറോഫോമിന് ഡാർക്ക് ബോട്ടിൽസിൽ അപ് ടു ദി നെക്ക് വരെ ഫില്ല് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ സ്ലോലി ഓക്സിഡൈസ് ചെയ്തിട്ട് ഹൈലി പോയിസണസ് ആയിട്ടുള്ള ഫോസ്ജീൻ എന്ന് പറയുന്ന കാർബോണൈൽ ക്ലോറൈഡ് ഉണ്ടാവും. അത് ഹൈലി പോയിസണസ് ആണ്. അടുത്തത് നോക്കൂ നിങ്ങൾ, ഇത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡാണ്. ആ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ കോപ്പർ മെറ്റലും HCl-മായി ട്രീറ്റ് ചെയ്താൽ ഇമ്പോർട്ടൻ്റാ, നമുക്കറിയില്ലേ മക്കളെ? അത് നോക്കൂ, ഇതാരാ? N2Cl ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് രണ്ട് രൂപത്തിൽ ട്രീറ്റ് ചെയ്യാം. ഇവിടെ പറഞ്ഞത് കോപ്പർ മെറ്റൽ അഥവാ കോപ്പർ പൗഡർ ഇൻ ദ പ്രസൻസ് ഓഫ് HCl. രണ്ടാമത്തത് കോപ്പർ ഹാലൈഡ്, HCl അല്ലേ, അപ്പോൾ കോപ്പർ ക്ലോറൈഡ് എടുക്കാം. കോപ്പർ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് HCl. മക്കളെ, രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ഏത് ഹാലോജനാണോ എടുത്തത്? കറസ്പോണ്ടിങ് ഹാലോ അറീനാണ്. പക്ഷേ വ്യത്യാസം എന്താ? കോപ്പർ ഹാലൈഡിൻ്റെയും HCl-ൻ്റെയും പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സാൻ മേയേഴ്സ് റിയാക്ഷൻ എന്നാ പറയുക. എന്നാൽ കോപ്പർ പൗഡറിൻ്റെയും HCl-ൻ്റെയും പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഗട്ടർമാൻ റിയാക്ഷൻ എന്നാ പറയുക. ഇത് റിയാക്ഷനാണ് ഗട്ടർമാൻ റിയാക്ഷൻ. ഇത് നമ്മുടെ അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും വരുന്ന ഏരിയയാണ്. സാൻ മേയേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും കൃത്യമായി പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് ഓർത്തു വെക്കുക. ഐഡന്റിഫൈ ദ മേജർ ആൻഡ് മൈനർ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് by the reaction between 2-bromobutane and alcoholic KOH. ഇത് ഇമ്പോർട്ടൻ്റാണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. 2-bromobutane CH3 CHBr CH2 CH3 2-bromobutane. ഇതിനെ മക്കളെ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആൽക്കഹോളിക് KOH. മക്കളെ, ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH-മായി ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് ഫംഗ്ഷൻ ലൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫയുടെ തൊട്ടടുത്തുള്ളത് ബീറ്റ, ഇവിടെ 2 ബീറ്റയുണ്ട്. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH-മായി ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽഫ കാർബണിൽ നിന്ന് ഹാലോജൻ എലിമിനേറ്റ് ചെയ്തു പോവും, ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോവും. പക്ഷേ 2 ബീറ്റ വന്നിട്ടുണ്ട് മക്കളെ. 2 ബീറ്റ വന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂളിൻ്റെ പേരെന്താ? അത് സെയ്റ്റ്സ് ഓഫ് റൂൾ എന്നാ പറയുക. എന്താ മക്കളെ സെയ്റ്റ്സ് ഓഫ് റൂള് പറയുന്നത്? എലിമിനേഷൻ റിയാക്ഷനിൽ മേജറായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആരായിരിക്കും? കൂടുതൽ ആൽക്കൈൽ ലൂപ്പുള്ള ആൽക്കീനായിരിക്കും. കൂടുതൽ ആൽക്കൈൽ ലൂപ്പുള്ള ആൽക്കീനാണ് മേജർ പ്രൊഡക്റ്റ് വരിക. അല്ലെങ്കിൽ കൂടുതൽ ആൽക്കൈൽ ലൂപ്പ് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്ത ആൽക്കീനാണ് മേജർ പ്രോഡക്റ്റ്. ഇവിടെ നിന്ന് നിങ്ങൾ H ഒഴിവാക്കിയാൽ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH അഥവാ ബ്യൂട്ട് 1 കിട്ടുക. എന്നാൽ ഇവിടുന്ന് H ഒഴിവാക്കിയാൽ ബ്യൂട്ട് 2 കിട്ടുക. ബ്യൂട്ട് 2 ആണെങ്കിൽ 2 സൈഡിൽ ആൽക്കൈൽ ലൂപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് കൂടുതൽ ആൽക്കൈൽ ലൂപ്പുള്ള ആൽക്കീന്. സോ മേജർ പ്രോഡക്റ്റ് എന്താ? ഇവിടുന്ന് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് വരിക? CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ബ്യൂട്ട് 2-ene is the major product. അപ്പോൾ എത്ര ആൽക്കൈൽ ലൂപ്പ് കാണുന്നുണ്ട്? ഇവിടെ ഒരു ആൽക്കൈൽ. എന്നാൽ നിങ്ങൾ ഇവിടുന്ന് H ഒഴിവാക്കിയ ബ്യൂട്ട് 1 ആണ്. ഒരൊറ്റ ആൽക്കൈൽ ലൂപ്പേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ആൽക്കൈൽ ലൂപ്പുള്ള ആൽക്കീനാണ് മേജർ പ്രോഡക്റ്റ് എന്നാണ് സെയ്റ്റ്സ് ഓഫ് റൂൾ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, റൂൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ആ റൂളിൻ്റെ പേര് സെയ്റ്റ്സ് ഓഫ് റൂൾ. ഇൻ an elimination reaction the major product will be an alkene which contains more number of alkyl loop on double bonded carbon. ഓക്കെ, അറിഞ്ഞിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് എ പോളിഹാലജൻ കോമ്പൗണ്ട്. മക്കളെ, ക്ലോറോഫോം ഒരു പോളിഹാലജൻ കോമ്പൗണ്ടാ. പൊതുവേ 2-ൽ കൂടുതൽ ഹാലജൻ ഉണ്ടാവുമ്പോഴാണ് പോളിഹാലജൻ എന്ന് പറയുക. ക്ലോറോബെൻസീൽ 1 ഉള്ളൂ, അയോഡോബെൻസീൽ 1 അയോഡിനേ ഉള്ളൂ, ക്ലോറോ ഇഥൈൽ 1 ക്ലോറിനേ ഉള്ളൂ. അടുത്തത് എക്സ്പ്ലെയിൻ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ഓഫ് എന്താണ്? ക്ലോറോബെൻസീൻ. എടാ മക്കളെ, ക്ലോറോബെൻസീൻ എടുത്തു. ഇതിനെ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് എന്തിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക?
അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രോഡക്റ്റ് കിട്ടും. കാര്യം അയാൾ ഒരു ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. എന്നിട്ടോ ആൽക്കൈലേഷൻ അല്ലേ, ഓർത്തോ പൊസിഷൻ ആൽക്കൈൽ ലൂപ്പ് കൊടുക്കുക, പാരാ പൊസിഷൻ ആൽക്കൈൽ ലൂപ്പ് കൊടുക്കുക. ദിസ് ഈസ് ദ ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസീൻ. ഇനി ക്ലോറോബെൻസീനെ NaOHുമായിട്ട് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഫൈനലി കിട്ടുക ഫീനോളാണ്. ഫൈനലി കിട്ടുക മക്കളെ ഫീനോളാണ്. ഫൈനലി എന്താ കിട്ടുക? ഫീനോളാണ്. അറിഞ്ഞിരിക്കുക. ഫൈനലി എന്താ കിട്ടുക? ഫിനോൾ. ഓക്കെ, യെസ്. ഹൗ ക്യാൻ പ്രൊപ്പീൻ ബി കൺവേർട്ടഡ് ടു 2-bromopropane? പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. ഇതിനെ നമുക്ക് 2-bromopropane ആക്കി മാറ്റാൻ എന്താണ് മാർഗം? സില്ലിയല്ലേ. മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ പ്രകാരം HBr ആഡ് ചെയ്താൽ മതി. H+ ഇങ്ങോട്ട്, Br- ഇങ്ങോട്ട്. സോ ദ മേജർ പ്രോഡക്റ്റ് ഈസ് CH3 CHBr CH3. ഇതാരാ? 2-bromopropane ആണ്. 2-bromopropane. ഹിയർ വി ഫോളോഡ് മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ എന്ന കാര്യം ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കടാ മക്കളെ. സിമ്പിളാണ്. അറേഞ്ച് 1-chloropropane 2-chloropropane 1-chlorobutane. ഓക്കെ, ഇയാളെ A എന്ന് വിളി, ഇയാളെ B എന്ന് വിളി, ഇയാളെ C എന്ന് വിളി. ഏറ്റവും കൂടുതൽ കാർബൺ എവിടെയാ? ബ്യൂട്ടൈനിൽ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത് C. പിന്നെ 2-chloro ആണോ 1-chloropropane ആണോ? 1-chloropropane, കാരണം അവിടെ ബ്രാഞ്ച് ഇല്ല. ഇവിടെ 2-chloro 2ലാണ് ക്ലോറിൻ വരുന്നത്. സോ ദിസ് ഇസ് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. മക്കളെ, ക്ലോറോഫോമിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സോൾവെൻ്റ് ആണ്. ഫോർ ഫാറ്റ് ആൽക്കലോയിഡ്സിനൊക്കെ നല്ലൊരു സോൾവെൻ്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്? നമ്മുടെ ഫ്രയോൺസ് ഉണ്ടാക്കാൻ ക്ലോറോഫോം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ക്ലോറോഫോം അനസ്തെറ്റിക് ആണ്, ബോധം കെടുത്താൻ ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ അറിയാം നമുക്ക്. ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്? ഇവിടെ 2 കാർബൺ, ഇവിടെ 2 കാർബൺ, ഇവിടെ 2 കാർബൺ, 2 കാർബൺ. അത് വെച്ച് പറയാൻ പറ്റില്ല. ഹാലോജൻ്റെ സൈസ് വെച്ച് പറയണം. ഹാലോജൻ്റെ സൈസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. ഏറ്റവും കൂടുതൽ സൈസ് ആർക്കാടാ? ഫ്ലൂറിനേക്കാൾ കൂടുതൽ ക്ലോറിൻ, അതിനേക്കാൾ കൂടുതൽ ബ്രോമിൻ, അതിനേക്കാൾ കൂടുതൽ അയോഡിൻ. സോ ഓപ്ഷൻ C ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? യെസ്. അടുത്തത്, നെയിം എ പോളിഹാലജൻ കോമ്പൗണ്ട് യൂസ്ഡ് ആസ് എന്താണ്? ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു പോളിഹാലജൻ കോമ്പൗണ്ടേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് DDT ആണ്. ഫസ്റ്റ് ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡ് ആണ് DDT. അത് ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഇത്തൈൻ ആണ് എന്നറിഞ്ഞിരിക്കുക. 1 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് ഇത് എഴുതിയാൽ മതിയാവും. ഇനി ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈത്തൈൽ ബ്രോമൈഡ് CH3 CH2Br. ഇതിനെ അക്വസ് KOHുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. എടാ, ഇതിനെ നമ്മൾ KCNുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇതിനെ നമ്മൾ AgCNുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്വസ് ആണെങ്കിൽ ഒന്നുമില്ല, Br- പോയിട്ട് OH- വരും. സോ ദ പ്രോഡക്റ്റ് വിൽ ബി എത്തനോൾ. അവിടെ പ്രശ്നമില്ല. പക്ഷേ ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ എനിക്കറിയാം. KCN ആഡ് ചെയ്യുമ്പോൾ സയനൈഡ്, AgCN ആഡ് ചെയ്യുമ്പോൾ ഐസോസയനൈഡ്. അത് തന്നെയാണ് സംഭവം. അതായത് CH3 CH2 Br- പോയിട്ട് CN- വരും. അപ്പോൾ ഈത്തൈൽ സയനൈഡായി. എന്നാൽ AgCN ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഐസോസയനൈഡ് NC ആണ് ഉണ്ടാവുക. അറിഞ്ഞിരിക്കണം. ഇതാരാണ്? സയനൈഡാണ്. ഇതാരാ? ഐസോസയനൈഡാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ ഒരു അയോണിക് കോമ്പൗണ്ടാണ്. ഇയാൾ എന്ത് കോമ്പൗണ്ടാണ്? ഒരു കോവാലൻ്റ് കോമ്പൗണ്ടാണ്. ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. KCN ആഡ് ചെയ്യുമ്പോൾ സയനൈഡ്, AgCN ആഡ് ചെയ്യുമ്പോൾ NC എന്ന് പറഞ്ഞാൽ ഐസോസയനൈഡ്. NC എന്ന് പറഞ്ഞാൽ ഐസോസയനൈഡ്. മറക്കരുതേ. ഐസോസയനൈഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് 2 റിയാക്ഷൻ ഉണ്ട്. SN1 ആണോ SN2 പ്രകാരമാണോ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക? നോക്കൂ, ഇയാളൊരു ടേർഷറിയാണ്, ഇയാളൊരു പ്രൈമറിയാണ്. പ്രൈമറി ആണെങ്കിൽ SN2 ആണ്, ടേർഷറി ആണെങ്കിൽ SN1 ആണ്. കാര്യം നമുക്കറിയാലോ, SN1ൻ്റെ ഓർഡർ ടേർഷറി, സെക്കൻഡറി, പ്രൈമറിയാണ്. SN2ൻ്റെ ഓർഡർ പ്രൈമറി, സെക്കൻഡറി, ടേർഷറിയാണ്. റെഡി അല്ലടാ?
യെസ്. അടുത്തത് ഹാലോ അറീൻസ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് ആൻഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കറക്റ്റ്. റൈറ്റ് എക്സാമ്പിൾ ഫോർ ആംബിഡൻ ന്യൂക്ലിയോഫൈൽ. നമ്മുടെ CN-NO2- ഒക്കെ ആംബിഡൻ ന്യൂക്ലിയോഫൈലാണ്. ഇതാരാടാ? ഇത് രണ്ട് ഹാലോ അറീൻ. അതിനെ സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്താൽ ഫിറ്റിക് റിയാക്ഷൻ നടക്കും. ഫിറ്റിക് റിയാക്ഷൻ നടന്നാൽ ബൈഫിനൈലാണ് ഉണ്ടാവുക. നമുക്കറിയാം എന്താ ഉണ്ടാവുക? ബൈഫിനൈൽ. രണ്ട് ബെൻസീൻ ജോയിൻ ചെയ്തതാണത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫിറ്റിക് റിയാക്ഷൻ. എന്താണ് റിയാക്ഷന്റെ പേര്? ഫിറ്റിക് റിയാക്ഷൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാ ഹാലോ അറീനെ ആൽക്കൈൽ ഹാലിഡുമായി സോഡിയം മെറ്റലുമായി ട്രീറ്റ് ചെയ്താൽ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ നടക്കും. വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ നടന്നാൽ ബെൻസീൻ്റെ മുകളിലേക്ക് ആൽക്കൈൽ ലൂപ്പ് വരും, CH2CH3. ഓക്കെ, അത് വൂഡ്സ് ഫിറ്റിക് റിയാക്ഷനാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഒരു ഹാലോ ആൽക്കൈനിലേക്ക് മെഗ്നീഷ്യം മെറ്റൽ ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ആഡ് ചെയ്താൽ ഗ്രിഗ്നാർഡ് റിയേജൻ്റാ ഉണ്ടാവുക, MgBr. മക്കളെ, അതിനെ ഡ്രൈ കണ്ടീഷനിൽ സ്റ്റാർ ചെയ്തിട്ടില്ലെങ്കിൽ മോയിസ്റ്റുമായി റിയാക്ട് ചെയ്ത് ആൽക്കൈൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ആൽക്കൈൻ ഏതാ? സൈക്ലോഹെക്സെയിൻ വിൽ ബി ദ ആൽക്കൈൻ ഫോംഡ് ഹിയർ. ഓക്കെ, യെസ്. ഇത്രയുമാണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. മക്കളെ, അരമണിക്കൂറിൽ താഴെ സമയമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഈ ചാപ്റ്ററിൽ ഏറ്റവും കോറായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സർ, ഓർഗാനിക്കല്ലേ, മറന്നു പോകുന്നു, അങ്ങനെയുള്ള തോട്ടുകളൊക്കെ മാറ്റിവെക്കുക. ഈ അരമണിക്കൂറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പഠിച്ചു തീർക്കും എന്ന് ഡിസിഷൻ എടുത്ത് ബാക്കിയുള്ള തോട്ടുകളൊക്കെ മാറ്റിവെച്ച് ഇതങ്ങ് പഠിക്കാൻ നോക്ക്. നിങ്ങൾക്ക് കഴിയും, ഒരു സംശയവും ഇല്ല. അത് തന്നെ 2-3 തവണ റിവൈസ് ചെയ്യുക. റിയാക്ഷൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്ക്. അങ്ങനെ ഡെയിലി രാവിലെയും വൈകുന്നേരവും ഒക്കെ നിങ്ങളിത് റിവൈസ് ചെയ്യുക. മറക്കില്ല, നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും, ഓർത്തെടുത്ത് എഴുതാൻ പറ്റും. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് കാണാം. ബൈ.